അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ സാർ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവ്വവിശ്വാസന ഛായ. പിന്നീട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്ത് തന്നെ ഒരു ടോപ്പിക്ക് തന്നാലും അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. ദൈവം, പ്രേതം, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒറ്റ സാധനം. ജ്യോതിഷം ഫോർ എക്സാമ്പിൾ. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. അപ്പം സാറിന്റെ അഭിപ്രായത്തിൽ അപ്പൊ ജ്യോതിഷം അല്ലെങ്കിൽ ആ ഒരു സയൻസ് എന്ന് പറയുന്നത് അത് ആക്ച്വൽ ആണോ, ട്രൂ ആണോ? നമുക്ക് സാറിന്റെ അഭിപ്രായത്തിൽ എന്താണത്? അവസാനം ഇതൊരു ഏടാകുളമായത്. ആക്ച്വലി ഇതൊരു പാരഡിയാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പാരഡിയാണ് ബേസിക്കലി. അതിന് സയൻസുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. ജ്യോതിഷവും സയൻസും തമ്മിൽ ബന്ധമില്ലെന്നാണോ സാർ പറയുന്നത്? എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കൂ, സന്തോഷത്തോടെ ചോദിക്കൂ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സയൻസ് സാർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ് ഈസ് സയൻസ്. ഈ തടി ഇവിടുത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരും നാറ്റിക്കണ്ടാ. എനിക്ക് സഹിക്കില്ലടാ. Absolutely not. എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ജ്യോതിഷത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് ഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു, നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളാണ്. സൂര്യൻ പോലും അതിൽ ഗ്രഹമാണ്. സൂര്യൻ ഗ്രഹമാണെന്ന് പറയുമ്പോൾ അത് സയൻസ് അല്ലല്ലോ. ഞാൻ ആരോ കേട്ടാ. ഭൂമി കേന്ദ്രീകൃതമാണ്. ഭൂമിക്ക് ചുറ്റും ഇതിങ്ങനെ വരുന്നു എന്നാണ് അവർ പറയുക. അപ്പൊ ഭൂമി കേന്ദ്രീകൃതമായ ഒരു സിദ്ധാന്തം സയൻസ് അല്ലല്ലോ. അത് ഭൂമി അല്ലല്ലോ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. വണ്ടി എടുക്കട്ടെ മോളെ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എത്തീസത്തിൽ നിന്ന് ഒരിക്കലും വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റില്ല. പോവില്ല. ഇല്ല, കാരണം എത്തീസം ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ല സർ, ഏത്തിസ്റ്റ് ആയിട്ടിരുന്നവരും ഒരാളെ പറയാം, സിറ്റുവേഷൻ ഒരാളെ പറയാം. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. ഒരു ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് എന്നോട് ചോദിച്ചു, രവി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ രവിയുടെ അവസാന കാലഘട്ടത്തിൽ എന്റെ സീനിയർ ടീച്ചറായി പറഞ്ഞു, വല്ല ആശ്രമത്തിലോ അല്ല തൃപ്പൂണിത്തറ ആശ്രമത്തിലോ ഒക്കെ കാണാം. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. നിങ്ങളുടെ കപ്പാസിറ്റീസ് മുഴുവൻ ഇടിഞ്ഞിറങ്ങാണ്. അപ്പൊ നിങ്ങൾ പല ഈ എന്താണ് പ്രാരംഭമായിട്ടുള്ള നിങ്ങളെ കുറെ ചോദനകളിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ അതൊന്നിന്റെ പ്രൂഫ് അല്ല, നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമാണ്. ഇവിടെ ആയിരുന്നു കുഴപ്പം. ഞാൻ അവരോട് അന്ന് ചോദിച്ച കാര്യം, ടീച്ചറെ ഈ 80 വയസ്സിൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞുകൊണ്ട് 8-ാം വയസ്സിൽ കീമോതെറാപ്പി തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ചങ്ങലയിലാണ്, ചങ്ങലയെ സ്നേഹിക്കുകയും ചങ്ങലയിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പോകുന്നത് ആ ചങ്ങലയുടെ മഹത്വമല്ല, ആ വ്യക്തിയുടെ പതനമാണ് ആക്ച്വലി. നമ്മളെന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. തെളിവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ planet say, oh, there is God. അത് ന്യായം. He is working for me. I will be the first person. But I need evidence. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. കുറേ വിശ്വാസങ്ങൾ കളഞ്ഞിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം അതേപടി എടുക്കുന്നില്ല. പരിഷ്കരണം. ഈ നരബലി മാറ്റിയിട്ട് അജബലിയായി, അജബലം മാറ്റിയിട്ട് അടബലിയായി, അടയായപ്പം അറക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഡിഗ്രി ജയിക്കുമ്പോ 5 കിലോ, PG ജയിക്കുമ്പോ ഇതിങ്ങനെ നമ്മൾ ദൈവത്തിന് ഇതൊന്നും വേണ്ട, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പറഞ്ഞു ഇല്ല, വേണ്ടാത്ത ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്ന ക്രൂരതയല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. ക്രൂരത എന്നല്ല, ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ. ഇതൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ കൈക്കൂലി കൊടുക്കണം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ?
ബീങ് എ ബിലീവർ ദൈവത്തിന് പൈസ കൊടുക്കണം, ദൈവത്തിന് കൊണ്ടുപോയി 1000 രൂപ കൊടുക്കുക, അതിലല്ല. പാവങ്ങളായിട്ടുള്ളതും അതിനാവശ്യമുള്ളവർക്കും ആ പൈസ അവർക്ക് കൊടുത്താൽ അവരുടെ ഒരു നേരത്തെ മരുന്നിനുള്ളതായി ഒരു നേരത്തെ ഇതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നു. ചില പറയും ഞാൻ ഇത് ഗുരുവായൂർ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഇത് എടുത്ത് അന്നദാനം നടത്തുന്നു. ഇത് നേരെ എന്തിനാ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അന്നദാനം നേരെ അന്നദാനത്തിലേക്ക് പോയപ്പോഴേ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. വർക്കിച്ച എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എന്റെ ശരി, സാറിന്റെ ശരി. വിശ്വാസികളെല്ലാം അവരുടെ വിശ്വാസത്തിൽ പോവട്ടെ. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അതാ നിന്റെ വിഷമം അല്ല പിന്നെ? സാറിന് എന്തെങ്കിലും എനിക്ക് പ്രൂവ് ചെയ്യാൻ, എനിക്ക് അറിഞ്ഞൂടാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു തിങ് ആയിട്ടോ വന്ന് സാറിനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്, ഒരു ബിലീവർ ആയിട്ട് നിൽക്കൂ, ആ ഒരു വിശ്വാസം, ആ ഒരു ശക്തി ഫീൽ ചെയ്യൂ എന്നുള്ളത് ഞാനും ഇൻവൈറ്റ് ചെയ്യണു സാറിനെ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ജെയിംസ്. എങ്ങോട്ട്? ദൈവത്തിന്റെ ലോകത്തിലേക്ക്. I told you that we share. I had the compartment. Yes. So you are in. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ ഇന്നും ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് എന്തൊക്കെയോ ആ ഒരു ഫ്ലേവർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു ബീഡി. Yes. ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. അത് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, ആ ഒരു ഫീൽ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മള് ഫാരക്സ് ഫോർ എക്സാമ്പിൾ, that's the time you give Pharax to your babies. And now നിങ്ങൾ പറയും Pharax is wonderful. 40 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും ഫാരക്സ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രമായിട്ട് മാത്രമേ ആളുകൾ കാണുള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ, ഇത് കോർത്തേനാ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്.